ആസ്ക് ഡോക്ടർ മിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗർഭിണികൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന പൊതുവായ ചില സംശയങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദമാക്കാൻ പോകുന്നത്. ഗർഭിണിയാണെന്ന് സംശയം തോന്നുന്ന ഉടൻ അല്ലെങ്കിൽ മൂത്രപരിശോധനയിലൂടെ ഗർഭാവസ്ഥ സ്ഥിരീകരിച്ച ഉടൻ ആദ്യ ചെക്കപ്പ് നടത്തണം. തുടർ പരിശോധനകൾ ആദ്യത്തെ 28 ആഴ്ച പൂർത്തിയാകും വരെ മാസത്തിലൊരിക്കലും, 28 മുതൽ 36 ആഴ്ച പൂർത്തിയാകും വരെ 2 ആഴ്ച കൂടുമ്പോഴും, 36 ആഴ്ച മുതൽ ആഴ്ചയിൽ ഒരിക്കലും എന്ന തോതിലാണ് ചെയ്യേണ്ടത്. സാധാരണ സന്ദർഭങ്ങളിൽ ആകെ 15 ചെക്കപ്പുകൾ വേണ്ടിവരും. അൾട്രാസൗണ്ട് സ്കാനിംഗ് ഗർഭകാല പരിശോധനയിൽ വളരെ സഹായകമായി തീർന്ന കണ്ടുപിടുത്തമാണ്. ഇതിലുപയോഗിക്കുന്ന അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ അമ്മയ്ക്കോ കുഞ്ഞിനോ ഒരു വിധത്തിലുള്ള ദോഷഫലങ്ങളും ഉണ്ടാക്കുന്നില്ല. ഗർഭിണിയുടെ വയർ കൈകൊണ്ട് തൊട്ടും അമർത്തിയും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ സ്കാനിംഗ് വഴി അറിയാനാവും. സങ്കീർണതകൾ കുറെയൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും പരിശോധന സഹായകമാണ്. സ്കാനിംഗിന്റെ എണ്ണമോ സമയദൈർഘ്യമോ കൂടിയാലും കുഞ്ഞിന് ദോഷകരമാവുന്നില്ല. ടെറ്റനസ് ടോക്സോയിഡ് അഥവാ TT ഇഞ്ചക്ഷനാണ് ഗർഭിണികൾ എടുക്കേണ്ട വാക്സിൻ. കോളറയ്ക്കെതിരെയുള്ള കുത്തിവെപ്പും മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള കുത്തിവെപ്പും, അതായത് ഹെപ്പറ്റൈറ്റിസ് A-B വാക്സിനേഷനും ടൈഫോയിഡിനെതിരെയുള്ള കുത്തിവെപ്പും സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കാവുന്നതാണ്. ഗർഭകാലത്ത് ഫോളിക് ആസിഡിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ഇത് ശരീരത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല, ഭക്ഷണത്തിലൂടെ മാത്രമാണ് ലഭ്യമാകുന്നത്. ചീരയില, മുരിങ്ങയില, ബ്രോക്കോളി, കാബേജ് തുടങ്ങിയ ഇലവർഗ്ഗങ്ങളിലും പയർവർഗ്ഗങ്ങൾ, സോയാബീൻ, നട്ട്സ് മുതലായവയിലും ഫോളിക് ആസിഡ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ഗർഭധാരണ സമയത്ത് രക്തത്തിൽ ഫോളിക് ആസിഡിന്റെ അപര്യാപ്തതയുണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ എന്ന ഗുരുതരമായ നാഡീവ്യവസ്ഥാ വൈകല്യങ്ങൾ ഉണ്ടാവാം. അതിനാൽ ഗർഭിണിയാകാൻ സാധ്യതയുള്ള സമയം മുതൽ പ്രസവം വരെ സ്ത്രീകൾ ഫോളിക് ആസിഡ് ഗുളികകൾ കഴിക്കണം. ഗർഭിണികൾ കിടക്കുമ്പോൾ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇടതുവശം ചരിഞ്ഞു കിടന്നാണ് ഗർഭിണി ഉറങ്ങേണ്ടത്. മറുപിള്ളയിലേക്കുള്ള രക്തക്കുഴലിന്മേൽ ഗർഭപാത്രം സമ്മർദ്ദമേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണിത്. മലർന്നു കിടന്നു പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നടുവിന് പിറകിൽ മൃദുവായ ചെറിയ തലയണ ഉപയോഗിച്ച് ശരീരത്തിന്റെ വലതുപകുതി 45 ഡിഗ്രിയോളം ഉയർത്തിവച്ചാൽ കുഞ്ഞിനുള്ള രക്തപ്രവാഹം തടസ്സപ്പെടാതിരിക്കാനുള്ള ചെരിവ് ലഭിക്കും. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഇടതുവശം ചെരിഞ്ഞു കിടന്ന് 1.5 മണിക്കൂർ വിശ്രമിക്കണം. ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്കുമുണ്ടാവാം. അത് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട ഇമെയിൽ ID ask@drmims.com. നാളെ കാണാം മറ്റൊരു ചോദ്യവുമായി. താങ്ക് യു.